ഈ ന്യൂസ് സത്യമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്ത് വൃത്തികെട്ട ചിന്താഗതിയുള്ളവരാണെന്ന് നമ്മുടെ കൂടെയുള്ളതെന്ന്. ഒരു കാര്യത്തിൽ സമാധാനിക്കാൻ നമ്മുടെ കേരളത്തിലല്ല, കേരളത്തിൽ ഇത്തരം സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയില്ല, അത് കണ്ടിട്ട് മലയാളികൾ സമ്മതിക്കത്തില്ല. പക്ഷേ എന്നിരുന്നാലും നോർത്തിലാണെങ്കിൽ പോലും അതും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടുന്ന അതേ സ്വാതന്ത്ര്യ അവകാശങ്ങൾ കിട്ടേണ്ട ജനവിഭാഗം തന്നെയാണ് നോർത്തിലുള്ളത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നോർത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്? ഒരു കുറച്ച് സമയത്തേക്ക് നിങ്ങൾ അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ രാജ്യത്ത് മതേതര രാജ്യമാണ് നമ്മുടെ രാജ്യത്ത്. എല്ലാ മതസ്ഥർക്കും എല്ലാ പൗരന്മാർക്കും ഒരേ അവകാശമുള്ളത്. ഇനി മതത്തിൻ്റെ കേസെടുത്താൽ ഹിന്ദുക്കൾക്കും മുസ്ലിംകൾക്കും ഒരേ അവകാശമുള്ളത്. സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അവരുടെ മതപരമായ ആഘോഷങ്ങൾ ആരാധനകൾ സംരക്ഷിക്കുന്നതൊക്കെ അവർക്കും നമ്മൾക്കും എല്ലാവർക്കും തുല്യ അവകാശമുള്ളത്. എന്നിരുന്നാലും എപ്പോഴും കേരളം വെച്ച് നോർത്ത് ഇന്ത്യയിൽ ന്യൂസ് വരുമ്പോൾ എപ്പോൾ എങ്ങനെയായിരിക്കും? എപ്പോഴും ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നത് മുസ്ലിംസിൻ്റെ ആയിരിക്കും. കാരണം അവർ മൈനോറിറ്റിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോളാം, ഒരു നിമിഷം അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കിയേ, എത്ര ബുദ്ധിമുട്ട് അവർ നേരിടുന്നുണ്ടാവും. ഇത് ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷത്തിൻ്റെ പേരിൽ തങ്ങളുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുക, അത് ആക്രമിക്കപ്പെടാതിരിക്കാൻ ഷീറ്റ് കൊണ്ട് മൂടി വെക്കുക. നിങ്ങളൊന്ന് ആലോചിക്കുക, അത് സെയിം കേസ് നമ്മൾക്കാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദുവിൽപ്പെട്ട ഒരാൾക്കാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്ന വികാരത്തിലായിരിക്കും, സങ്കടത്തിലായിരിക്കും. അതുപോലെ തന്നെയല്ലേ അവർക്കുണ്ടാവുക. ഇതൊരു ആവശ്യവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ വെറും വർഗീയ ചിന്ത കൊണ്ട് മാത്രം ഒരു ആചാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഇത്തരം ഉത്സവങ്ങളുടെ ആഘോഷത്തിൻ്റെ പേരിൽ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള പള്ളികൾ ആക്രമിക്കണമെന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവർക്ക് പള്ളി മൂടിക്കെട്ടുന്നുണ്ട് ആക്രമിക്കാതിരിക്കാൻ, ആ സമയം അമ്പലങ്ങൾ ഉണ്ട്, അമ്പലങ്ങൾ മൂടിക്കെട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. കാരണം എന്താ? അമ്പലങ്ങൾ ആക്രമിക്കാൻ താല്പര്യമുള്ളവരില്ല, അവർക്ക് ആക്രമിക്കേണ്ടത് പള്ളിയാണ്, അവിടെ ലക്ഷ്യം പള്ളിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നിയന്ത്രിക്കാൻ ഉള്ള സാഹചര്യം ഇപ്പോൾ നമ്മുടെ എത്ര കാലം നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്നത്. ഇപ്പോൾ 2025 നമുക്ക് അതിനുള്ള കഴിവ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എത്ര നാൾ നമ്മളിപ്പോൾ ഇങ്ങനെ പള്ളികളെല്ലാം മൂടിക്കെട്ടും? ഇതിനൊരു ബദൽ എന്താവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?